വെനസ്വേലയിൽ വലിയ എണ്ണ നിക്ഷേപമുണ്ട്. അമേരിക്ക കുറേ കാലമായിട്ട് അവിടേക്ക് അത് നോക്കിയിരിക്കുകയാണ്. ഒടുവിൽ വെനസ്വേലൻ പ്രസിഡന്റിനെ തന്നെ തടങ്കലിലാക്കി ഈ പറയുന്ന മേഖലയിലെ എണ്ണ നിക്ഷേപം മുഴുവൻ സ്വന്തമാക്കാൻ അവർ ശ്രമിച്ചു. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കെതിരെയും അമേരിക്കയ്ക്ക് അത്ര ഒരു കണ്ണുണ്ടാകാം. കാരണം എണ്ണ നിക്ഷേപമൊന്നുമല്ല, ഇന്ത്യ അമേരിക്ക പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല. താരിഫ് വർദ്ധിപ്പിച്ച് നമ്മളെ പ്രതിസന്ധിയിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും നടക്കുന്നില്ല എന്ന് പറയുന്നത് പോൽ ഈ ട്രംപ് വന്നിട്ട് ഇന്ത്യയെ കയറി ആക്രമിക്കുമോ, മോദിയെ പിടിച്ചോട്ട് പോകുമോ, ഈ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണോ ഇന്ത്യ? അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുടെ ഒരു 4 രാജ്യങ്ങൾ എടുക്കുമ്പോൾ അമേരിക്കയ്ക്ക് ആക്രമിക്കാൻ പറ്റുന്ന രാജ്യങ്ങൾക്കകത്ത് വരുന്ന രാജ്യമല്ല ഇന്ത്യ. 4 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആണവത്രയം എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് വരുന്ന രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്ക വരും, റഷ്യ വരും, ചൈന വരും, പിന്നെ ഇന്ത്യ വരും. മുന്നേ ഉത്തര കൊറിയ ആക്രമിക്കാനും സാധ്യതയില്ല, കാരണം ഇവന് രാജ്യാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പം ഈ ആർക്കുമില്ലാത്തൊരാശങ്കയാണ് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ചിലർക്ക് എന്തുകൊണ്ട് വെനസ്വേലയിൽ ഇത്രയും ഒരു മര്യാദകേട് നടന്നതൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തെ നിയന്ത്രിക്കുന്ന എന്ത് കാര്യത്തിന് അഭിപ്രായം പറയുന്ന ഇന്ത്യ അഭിപ്രായം പറയാത്തത് ശരിയല്ലെന്ന് പറയണ്ടേ? ഇന്ത്യ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ ഭയമല്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ളതിനകത്ത് അഭിപ്രായം പറഞ്ഞാൽ പോരെ? ഇന്ത്യ വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് നമ്മൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അവരുമായിട്ടുള്ള നയതന്ത്രം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾക്കറിയാമല്ലോ. ഇന്ത്യ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. റഷ്യയുടെ കാര്യത്തിൽ പലവട്ടം താക്കീത് കൊടുത്തിട്ട് ഇന്ത്യയുടെ അഭിപ്രായത്തിനകത്തു നിന്ന് ഒരു ശകലം പോലും പുറകോട്ട് മാറാതെ അതേ അഭിപ്രായത്തിൽ നിൽക്കുകയും നമ്മളുടെ അഭിപ്രായത്തിനനുസരിച്ച് അമേരിക്ക പോലും അവരുടെ സാഹചര്യങ്ങൾ ഒരു പരിധിവരെ മാറ്റുകയൊക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടതാണല്ലോ. ഇസ്രായേലിന്റെ കാര്യത്തിൽ നമുക്ക് അഭിപ്രായം ഉണ്ടല്ലോ. ഈ പറയുന്ന അല്ലെങ്കിൽ പോസ്റ്റ് ഇടുന്ന നാളെക്കാലത്ത് നരേന്ദ്രമോദിയെ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറയുന്ന ആൾക്കാർ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.